ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ്. എനിക്ക് കരിങ്കുന്നം പഞ്ചായത്തിൽ നെല്ലാപ്പാറ എന്ന സ്ഥലത്ത് ഒരു 3 ഏക്കർ പ്ലാവിൻ തോട്ടമുണ്ട്. അത് നേരത്തെ ഞാനത് റബ്ബറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റബ്ബർ തോട്ടം വെട്ടി മാറ്റിയിട്ട് ഒരു 350 പ്ലാവിൻ തൈകൾ വച്ചു. അതിനകത്ത് 300 എണ്ണം എനിക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 വർഷം കഴിഞ്ഞു. അപ്പം കുറേ ചക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ഒരു 10-25 ചക്ക മൂത്തത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നത് മറ്റ് പ്രോസസ്സൊക്കെ ചെയ്ത് ഉണക്കി അത് പൊടിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അത് ഞങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞു. ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് ചക്ക തോട്ടത്തിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. അത് ഇന്ന് നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനുള്ള സംവിധാനമാണ് അത്. നമുക്ക് ഒരു മലമുകളിലാണ് സംഗതി. ഭയങ്കര സെറ്റപ്പ്. പ്ലാവൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവിടുന്ന് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പ്ലാവ്. അതെടുത്തിട്ട് വെച്ച് അങ്ങനെ മലമുകളിൽ നിന്ന് ചക്ക കൊണ്ടുവന്ന് താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അൺലോഡി കാറിനാണ്. നമ്മളന്നിപ്പോൾ നെല്ലാപ്പാറയിൽ കുറേ ഒരു 10-25 ചക്കയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക മുറിക്കാനൊക്കെ ഒരു മെഷീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ചക്ക മുറിച്ച് നോക്കാം. ചക്ക മുറിക്കുന്നതിന് തൽക്കാലം ചക്ക മുറിക്കാൻ ഇവനെ ഇവിടെ ഒന്ന് നിർത്തണം. അതിനിപ്പോൾ ചക്ക ചവിട്ടി വെക്കണം. അപകടം ഉണ്ടാകും. ഇവിടെ ഒന്ന് ചാരി വെക്കാം. ചക്ക നിർത്താം. ഇങ്ങനെ ഇരിക്കട്ടെ. ചക്ക മുറിക്കാൻ മെഷീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചക്കയൊക്കെ മുറിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് 4ആയിട്ട് അത് കണ്ടിച്ചാൽ മതി. ചക്ക മുറിഞ്ഞു. ചക്ക മുളഞ്ഞതിന് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു 10-15 എണ്ണം ഞങ്ങള് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു 10 എണ്ണം മാറ്റിയും വെച്ചിട്ടുണ്ട്. അത് നാളത്തേക്ക് മാറ്റി ഫയൽ ചെയ്യാം. ഇത് 15 എണ്ണത്തോളം ഞങ്ങളിന്ന് ഒരുക്കാൻ തന്നെ തീരുമാനിച്ചു. സമയം ഇപ്പം തന്നെ 5:30 ഇത് അങ്ങനെയെങ്കിലും രാത്രി യാതൊരു മുമ്പ് ഇതെല്ലാം ഒന്ന്. അപ്പോൾ ഇന്നലെ കുറെ കാര്യങ്ങൾ ചക്കയുടെ വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു. ചക്ക നമ്മൾ വെട്ടി ചുളയാക്കി എടുത്തു. അത് നമ്മളിപ്പം ഇന്ന് പകല് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ടെറസെ കൊണ്ടുപോയിട്ട് ഉണങ്ങി. ഏകദേശം ഒരു 80% സാധനം ഉണങ്ങിയിട്ടുണ്ട്. നല്ല കിഴിലാന്ന് വെച്ച് വെക്കുന്ന പോലെ ഉണങ്ങി. എങ്കിലും അത് കൂടുതൽ നാള് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസം കൊണ്ട് നമുക്കതിന്ന് ട്രെയിനിൽ വെച്ച് നാളെ രാവിലെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത് അവസാന ഘട്ടം എന്ന നിലയിൽ ഉണങ്ങുന്നതിന്റെ അവസാന ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ അവസാനം ടയറിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ ഇത് 3 ട്രയലാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിപ്പോൾ തൽക്കാലം ഓരോന്നായിട്ട് കയറ്റി വെക്കാം. 1 ഇതെല്ലാം വളരെ കട്ടി കുറച്ച എടുത്തിട്ടേക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയതാ. എന്നാലും ഒരു 8 മണിക്കൂർ കൂടെ ഉണങ്ങിക്കോട്ടെ. അപ്പൊ ഇത് വേറെ ചൂടുവെള്ളത്തിലൊന്നും ഇടാതെ പച്ചക്ക് തന്നെ അരിഞ്ഞ് ഉണങ്ങി വെച്ചേക്കുന്നു. അത് ഒരു പോഷകവും ഇതിൽ നിന്നും പോയിട്ടില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആ പ്രോസസ് തീർന്നു. നമുക്ക് ഓപ്പൺ ആക്കി വാർഡ് മെമ്പർ ശ്രീ ജോർജിൻ ജോസിനും ആശംസ
ഓണായി കഴിഞ്ഞാൽ ഓക്കെ ആയി. ഓണായി. അപ്പൊ ഇനി നാളെ 8 മണിക്ക് രാവിലെ. ഗുഡ് മോർണിംഗ്. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രയറിനകത്ത് ഉണങ്ങാനിട്ടിരുന്ന ആ ചക്ക, അതായത് ചക്ക 25 ചക്കയുടെ തുളയാണ് എടുത്ത് ഇട്ടിരിക്കുന്നത്. ആ ചക്ക ഇപ്പൊ ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് നമുക്കിന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുന്ന ഭാഗമാണ്. അപ്പൊ എന്തോരം ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാം. എന്താണ് വളരെ വലിയ വലിപ്പത്തിലൊക്കെ ഇട്ടിരുന്ന ചക്ക നല്ല ക്രിസ്പിയായി ഉണങ്ങിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി ഉണങ്ങി. നല്ല ചൂടുണ്ട്. ട്രേക്കൊക്കെ നല്ല ചൂടാണ്. നമ്മൾ വലിയ തുളയായിട്ട് ഇട്ടിരുന്നത് അതിപ്പോ ചെറുതായി കണ്ടോ, ഇതേപടിയായി നല്ല ഇതേപോലെ. ഇത് മില്ലിൽ പോയി പൊടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തൂടെ എടുക്കണം. ചെറുതായിട്ട് വറുത്തെടുത്താൽ മതി. 3 ട്രേ ഉണ്ട്. കൈ നന്നായിട്ട് കൊള്ളും. നല്ല ചൂട് എടുക്കാം. കൈ ചെറുതായിട്ട് ചൂടാകുന്നത് നല്ല ചൂടാ. കൈ കൊള്ളും. നല്ല ചൂടുണ്ട് ഇപ്പൊ നന്നായിട്ടിരിക്കുന്നത്. അല്ല, ഇത്രയാണ് 25 ചക്ക. കൂടി പോയാല് ഒരു 8-9 കിലോ, 7-8 കിലോ കാണും 25 ചക്ക പൊടിച്ചത്. അപ്പൊ ഇതാണ് എന്റെ കണ്ടീഷൻ. ഇതൊന്നും ഒന്നും നോക്കാനില്ല. പൊടിച്ചെടുത്താല് എന്തെല്ലാം ന്യൂട്രീഷൻ ആണെന്ന് അറിയാമോ. ഇതിനകത്ത് ഒരു രീതിയിലും ഇത് പോകത്തില്ല. ഈ സാധനം അതേപടി വെള്ളത്തിലിട്ട് കുതിർത്ത് പുഴുകിയും എടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ചക്ക ഉണങ്ങി. ഇപ്പോ ഉണങ്ങിയ ചക്കച്ചുള ഉണങ്ങിയത് റെഡിയായി. അപ്പൊ ഇതാണ് ഈ വർഷത്തെ ആദ്യത്തെ